സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ വിറ്റിട്ടും ഉപയോഗിച്ച് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ വരുന്ന ചെറുപ്പക്കാരികൾ വരുന്നത് ഈ ലഹരിയുടെ കേസിലാണ്. ഒരു നിരപരാധിയായ ഒരു അമ്മയാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ല ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത്. അവരോടൊരു പ്രത്യേക അനുഭവം കാണിക്കട്ടെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തടവ് ചാടാൻ അവർ ശ്രമിക്കില്ല, അവർ അതിനകത്ത് കിടന്ന് പരാക്രമങ്ങൾ കാണിക്കും. പുറത്തു പോകാൻ പറ്റാത്തതിൻ്റെ വിഭ്രാന്തിയും, ചിലവർ മാനസികം വന്ന പോലെ കാണിക്കും. മാരക രോഗം എനിക്ക് വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ അറ്റാക്ക് വരും. അവർ പറയാത്ത എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിലെ ഞാൻ ചോദിച്ചില്ല, മുമ്പ് ചോദിച്ചതാണ്, ഈ ഏതെങ്കിലും ഒരു പ്രതികളോട് അങ്ങേക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇനി അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി എന്തെങ്കിലും അവരെ സഹായിക്കാനുള്ള സന്മനസ് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയോട്? അതങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും ഒരേ രീതിക്ക് കാണുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു നിരപരാധിയായ ഒരു അമ്മയാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ല ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത്. അവരോടൊരു പ്രത്യേക അനുഭവം കാണിക്കട്ടെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വന്ന സാഹചര്യം കൊണ്ടാണ് തെറ്റ് ചെയ്തതെങ്കിലും ഇവിടെ നമുക്ക് കോടതി വിട്ടൊരു തടവുകാരിയല്ലേ, ആ രീതിക്കല്ലേ അവരെ കാണാൻ പറ്റൂ. വിഷമങ്ങളുണ്ടാവാം, വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യാം, എനിക്ക് പ്രയാസമുണ്ട്, അവരൊരു പാവമാണ് തോന്നണോ, അവർ നിരപരാധിയാ തോന്നണോ എന്ന് ഞാൻ വീട്ടിലേ പറയുള്ളൂ. അവിടെ അവരുടെ അടുത്ത് ഞാൻ കാണിക്കാറ്. ആരോടും ഞാൻ ക്രൂരമായിട്ട് നിൽക്കില്ല. ജയിലിൻ്റെ നിയമം അനുശാസിക്കുന്ന എന്താണോ അതേ ഞാൻ അവിടെ ചെയ്യുള്ളൂ. ആരെയും ഞാനൊന്നും അടിച്ചേൽപ്പിക്കാറില്ല. അവരെല്ലാവരും അനുസരണയോടെ, എൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അനുസരണയോടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ അലമ്പുള്ളവരൊക്കെ ഉണ്ടാകും, അത് നമ്മൾ തിരുത്താൻ പോയാലും നന്നാവില്ല. അവർ സ്വയം വെളിയിൽ നിന്ന് മേടിക്കും അവർ ചെയ്യുന്നതിനുള്ള തെറ്റിനുള്ള ശിക്ഷകൾ. അപ്പം നമ്മളവിടെ ശിക്ഷിക്കാനും നമ്മൾ കസ്റ്റോഡിയൻ മാത്രമാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി അയച്ചു തരുന്നവരെ നമ്മൾ അവരുടെ കസ്റ്റോഡിയനായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് അവരെ ശാസിക്കാനോ ചീത്ത പറയാനോ ഒന്ന് പറയും, ഒന്ന് സൈലൻ്റ് ആയിരുന്നോടൊന്നും. അപ്പുറത്ത് മെയിൽ ബ്ലോക്ക് കൂടി ഉണ്ടല്ലോ, ഒച്ച വെക്കരുത്, ബഹളം വെക്കരുത്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചു പോകും. അപ്പൊ ഇതിലെ പറയുന്നത് പ്രധാനമായിട്ട് നിയമം നടപ്പിലാക്കണം. നിയമം നടപ്പിലാക്കുക, അതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട കോടതിയും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നിയമം എവിഡൻസ്, ആ തെളിവാണ്. അതാണ് ഈ കോടതികളിലെ കാണാമല്ലോ, ഒരു പ്രതിമ കണ്ണൊക്കെ കെട്ടി ഒരു ത്രാസൊക്കെ വെച്ച് കണ്ടില്ല കേട്ടില്ല പറയില്ല, അതാണ്. അതായത് നീതിന്യായം നിയമപരമായി അതിലൊരു അന്യായവും ഇല്ല, സത്യസന്ധമായി തന്നെ ആ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ കണ്ടില്ല കേട്ടില്ല പറയില്ല എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെവി അടച്ചിട്ടില്ല, വായു അടച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കേട്ടാലും ഉണ്ട്. അന്യായമായുള്ളതൊന്നും കാണരുത്, സത്യസന്ധമായുള്ളത് മാത്രം അറിയാൻ ശ്രമിക്കുക. അതിനപ്പുറത്ത് കുറച്ച് അർത്ഥം കൂടി അതിനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ നമ്മൾ വരുന്നവര് പണ്ഡിതനോ പാമരനോ ദരിദ്രനോ കുബേരനോ കുചേലനോ എല്ലാവരും തുല്യരാ. ഞാൻ അവരുടെ മുഖത്ത് നോക്കിയല്ല, നിയമം നോക്കിയാണ് സന്ദേശമാണ് കണ്ണ് കെട്ടിയത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട നീതി ദേവത കണ്ണ് തുറന്ന് കാണണം. ഈ ഫ്രോഡുകളെയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളും അങ്ങനെ തന്നെയാ. അതെ. അപ്പൊ അതിന്റെ സിമ്പലിന്റെ അർത്ഥം ഇതാണ്, ആര് വന്നാലും ഞാൻ നിയമം നോക്കും. അതാണ് ഈ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന, നിങ്ങൾ നിയമപരിപാലകരാണ്. നിയമമുള്ളതിനെ പരിപാലിക്കുന്നതാണ് ഈ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴും അത് തന്നെ പാലിച്ചിരിക്കണം. അപ്പൊ ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയോട് അങ്ങനെ ഒരു സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ സാമ്പത്തികമായിട്ടും ചെയ്തിട്ടില്ല, ഇല്ല. അപ്പം അത്യാവശ്യം ചിലർക്ക് സോപ്പ് നമ്മൾ ജയിലിൽ നിന്ന് കൊടുക്കും, അങ്ങനെയല്ലാണ്ട് അന്യായമായിട്ടൊന്നും അവിടെ നമ്മുടെ കയ്യിലുള്ളത് അത് അവർ തിന്നില്ലല്ലോ, അലക്കാനല്ലേ. അവരുടെ വയറ്റിനകത്തേക്ക് പോകാത്ത വിധമുള്ള ഈ ഒരു സംഭവം അല്ലാതെ കഴിക്കുന്ന ഒരു സാധനം, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം പോലും കൂടി അവർക്കായിട്ട് അനുവദിച്ചത് എന്തോ അത് മാത്രം. അപ്പൊ അങ്ങയുടെ ഈ കാലഘട്ടത്തില് ഈ ജയിലില് റിമാൻഡായിട്ടും അതുപോലെ ശിക്ഷിക്കപ്പെട്ടും വരുന്ന ഈ സ്ത്രീ തടവുകാര്, വനിതാ തടവുകാര് ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് കൂടുതൽ വരാറുള്ളത്?
അത് എന്തൊക്കെ ക്രൈമാണ്. ക്രൈം ചെയ്തിട്ടാണ് വരാറുള്ളത്? ടീനേജുകാർ വരുന്നത് ലഹരി, അതായത് കഞ്ചാവ്, ഓപ്പിയം, ഹഷീഷ്, മരിജുവാന, ഇപ്പോൾ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ MDMA തുടങ്ങിയ അത്തരം സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ വിറ്റിട്ടും ഉപയോഗിച്ച് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ വരുന്ന ചെറുപ്പക്കാരികൾ വരുന്നത് ഈ ലഹരിയുടെ കേസിലാണ്. ഓ, അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ വരാറുള്ളത്? ഒരു 20-25 ആണ് അത്തരക്കാർ വരുന്നത്. അപ്പം മേജറായ ആൾക്കാരാണ്. ആണ് 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 അവരൊക്കെ പല ആൾക്കാരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇതിനു വേണ്ടി? പിടിക്കുമ്പോൾ കഞ്ചാവിൻ്റെ അളവുകൾ, വിറ്റ സാധനങ്ങളുടെ അളവിനനുസരിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അടിസ്ഥാനത്തിലൊക്കെയല്ല ബഹുമാനപ്പെട്ട കോടതി അവരെ ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരം എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരാരും ശിക്ഷിക്കപ്പെട്ടതായി എനിക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ റിട്ടയർഡായിട്ട് 6 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി വിസ്താരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ. അതുപോലെ അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ ശിക്ഷിക്കപ്പെട്ട തടവുകാർ എപ്പോഴെങ്കിലും അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ, ജയിലിൽ ചാടാനൊക്കെ എന്തെങ്കിലും ഒരു പ്രവണത കാണിച്ചതായിട്ട് അറിയാമോ? മറ്റു ജയിലില്, വേറെ ജയിലില് അങ്ങനെ 2 സ്ത്രീകള് തടവ് ചാടിയതായിട്ട് അറിയാം. പെട്ടെന്ന് പിടിക്കുകയും ചെയ്തു. ഒരുത്തി ചാടാൻ ശ്രമിച്ചു, നടന്നില്ല, ആ ബ്ലോക്കിനകത്ത് തന്നെ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഈ 3 കേസ്. അല്ല, മിക്കവാറും വനിതകൾ തടവ് ചാടാൻ ശ്രമിക്കില്ല. കാരണം മതിലിൻ്റെ ആ പൊക്കം തന്നെ ഒരു വിഷയമാണല്ലോ. ആണുങ്ങളെ മാതിരി സ്ത്രീകൾക്ക് അത് എളുപ്പമുള്ള കാര്യമല്ല. ശ്രമിക്കില്ല, തടവ് ചാടാൻ അവർ ശ്രമിക്കില്ല. അവർ അതിനകത്ത് കിടന്ന് പരാക്രമങ്ങൾ കാണിക്കും. പുറത്തു പോകാൻ പറ്റാത്തതിൻ്റെ വിഭ്രാന്തിയും, ചിലവർ മാനസികം വന്ന പോലെ കാണിക്കും. മാരക രോഗം എനിക്ക് വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ അറ്റാക്ക് വരും, പുറത്തു പോകാനും അതിലൂടെ അവരെന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ എസ്കോർട്ട് മുഖേന വിട്ട് നോക്കും. ചിലവർക്ക് ഒന്നുമില്ല, ഒരു പാരസെറ്റാമോളും കൊടുത്ത് വിടുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം, അവർ എസ്കേപ്പിങ്ങിനുള്ള ആ ഒരു ടെൻഡൻസിയാണ് ആ കാണിച്ചത്. അവിടുന്ന് എങ്ങനെയും പുറത്തു പോകാൻ പറ്റില്ല. ഈ ഒരു ഗേറ്റേ ഉള്ളൂ ഫീമെയിൽ ബ്ലോക്കിന്, അത് സദാസമയം പൂട്ടിയിടും, ആവശ്യത്തിന് മാത്രമേ തുറക്കുള്ളൂ. അപ്പം ഇത് പൂട്ടിയിടുക പറയാൻ, എനിക്ക് രാവിലെ വന്ന് തുറക്കും, പിന്നെ വൈകുന്നേരം പൂട്ടിക്കൊണ്ടു പോകും. പൂട്ടിയിടും, 6 to 6 പൂട്ടും. ആ സ്റ്റാഫ് പോവും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ സ്റ്റാഫ് വന്നിട്ട് വേണ്ടത് തുറക്കാനായിട്ട്? വേണ്ട, നമുക്ക് ഡ്യൂട്ടി ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ അതില് 9 to 9 മിക്ക ജയിലുകളിലും. രാവിലെ 9 മണിക്ക് വന്നാൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ. ചില ജയിലിൽ 5 മണി തൊട്ട് പിറ്റേ ദിവസം 5 മണി വരെ. അങ്ങനെ ഡ്യൂട്ടി നമ്മൾ ചേഞ്ച് ആയി കൊടുക്കും. പുതിയ ഡ്യൂട്ടിക്കാർ വരുമ്പോൾ, പകരക്കാർ വരുമ്പോൾ മാത്രം അവർ വന്ന് ചാർജ് എടുത്ത ശേഷമേ ഈ നിലവിലുള്ള ഡ്യൂട്ടിക്കാർ പുറത്തു പോകാറുള്ളൂ. പിന്നീട് ആ ലോക്കപ്പ് ചെയ്യുന്നത് ചാർജ് എടുത്ത ഡ്യൂട്ടിക്കാരാണ്. ഇപ്പോൾ ഈ ഒരു ദിവസം രാത്രി ഒരു 12 മണി 1 മണിയാകുമ്പോൾ നമ്മുടെ വനിതാ തടവുകാർക്ക് എന്തെങ്കിലും ഒരു ദേഹാസ്വസ്ഥയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? എമർജൻസി ഞങ്ങൾ സൂപ്രണ്ടിനെ അറിയിക്കും. സൂപ്രണ്ട് അവിടെ തന്നെ ഉണ്ടോ? ഇല്ല, സൂപ്രണ്ട് വിളിച്ചു പറയും, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകണം പറയും. അപ്പൊ ഡ്യൂട്ടിക്കാർ ആരാണോ ഉള്ളത് വേഗം അവര് മെയ് ബ്ലോക്കുന്ന ഒരു വണ്ടി ഇറക്കി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആരാണോ ഡ്യൂട്ടിക്കാര് അവരെന്നെ കൊണ്ടുപോകും. ജയിലുകാര് അപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുക. വനിതാ സ്റ്റാഫ് ഉണ്ടല്ലോ, വനിതാ സ്റ്റാഫ് തന്നെയാണ് ജയിലില്. APO ഇപ്പോ നേരത്തെ ഫീമെയിൽ വാർഡർ ആയിരുന്നു, ഇപ്പൊ അവർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ്. പിന്നെ സ്റ്റാർ ഉള്ളവരുണ്ടാവും. അപ്പൊ അവര് 2 പേര് എസ്കോർട്ട് കൊണ്ടുപോയി എമർജൻസി അഡ്മിറ്റ് ആക്കേണ്ടതാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് വേഗം ഏത് സ്റ്റേഷനിൽ നിന്ന് വന്ന പ്രതിയാണോ തടവുകാരിയാണോ അവർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് അവർ എസ്കോർട്ട് വരും. എന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ, ജയിലിലേക്ക് വരാൻ. അങ്ങനെ ഒരു 15 കൊല്ലക്കാലം സർവീസിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ഏതാനും വർഷമായി റിട്ടയർ ആയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാന് കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ്. ഇവിടെ ഈ നിങ്ങളുടെ വാർഡിലുള്ള ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ 6ാം വാർഡ് പാവങ്ങളുടെ ഏരിയ ആണ്, വലിയ പ്രശ്നക്കാരില്ല. അവരുടെ 100% ചെയ്യാൻ പറ്റിയിട്ടില്ല. 100% അവര് പറയാത്ത എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്.